ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ഒരു ധനികയായ വ്യാപാരി ഒരിക്കൽ ഒരു ദർശനം കണ്ടു. ഐശ്വര്യദേവത തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. അവൾ പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. എനിക്ക് പിന്നാലെ ഇവിടേക്ക് വരുന്നത് ദുരിതമാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വരം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അയാൾ പറഞ്ഞു, ദുരിതം വരട്ടെ, സാരമില്ല. എന്നാൽ എൻ്റെ വീട്ടിൽ എല്ലായ്പ്പോഴും സമാധാനവും സ്നേഹവും നിലനിൽക്കണം. ആ വരം നൽകി ഐശ്വര്യദേവത ആ വീട് വിട്ടുപോയി. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഭക്ഷണം തയ്യാറാകുമ്പോൾ ഭക്ഷണത്തിൽ തൻ്റെ ഭാര്യ ഉപ്പ് ചേർത്തു എന്നറിയാതെ മൂത്ത മരുമകളും കൂടെ ഉപ്പ് ചേർത്തു. വീണ്ടും ഇളയ മരുമകളും ഉപ്പ് ചേർക്കുവാൻ ഇടയായി. അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഉപ്പിൻ്റെ ആധിക്യം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പ്രയാസം. അദ്ദേഹത്തിന് മനസ്സിലായി ദുരിതം എത്തിയിരിക്കുന്നുവെന്ന്. അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്താതെ വഴക്ക് പറയാതെ സാവകാശം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. കുറച്ചു കഴിഞ്ഞ് മൂത്ത മകൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ് കൂടുതലാണെന്ന് കണ്ട് അവൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു? അമ്മ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അവനും ഒന്നും പറയാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഇളയ മകനും അങ്ങനെ തന്നെ ചെയ്തു. അന്ന് രാത്രിയിൽ ദുരിതം അയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. വളരെയധികം ഉപ്പുള്ള ഭക്ഷണമായിരുന്നിട്ടും യാതൊരു ദേഷ്യവും കുറ്റപ്പെടുത്തലും കൂടാതെ എല്ലാവരും ഭക്ഷണം കഴിച്ച് സമാധാനപൂർവ്വം ജീവിക്കുന്ന ഈ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല. ഞാൻ പോകുന്നു. സമാധാനവും സ്വസ്ഥതയും അതുപോലെ ദുരിതങ്ങളും നിരാശകളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ കഥ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശ്രേഷ്ഠ സ്വഭാവവും പെരുമാറ്റ രീതിയുമാണ് സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും അടിസ്ഥാനം. മറിച്ച് വിപരീതമായ സ്വഭാവമാണ് ദുരിതങ്ങളുടെയും കലഹങ്ങളുടെയും അടിസ്ഥാനം. ഏത് പ്രശ്നങ്ങളെയും മാറ്റിമറിക്കുവാൻ ശ്രേഷ്ഠമായ ആളത്തമുള്ള മനുഷ്യർക്ക് സാധിക്കും. എന്നാൽ എത്ര നല്ല സാഹചര്യത്തെയും ഒറ്റ വാക്കുകൊണ്ട് ദുഷിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ പെരുമാറ്റ രീതിയാണ് പ്രസക്തം. സ്നേഹവും ക്ഷമയുമുള്ള വ്യക്തികൾ ഏത് നരകവും സ്വർഗമാക്കുവാൻ പ്രാപ്തരാണ്. അയൽക്കാരെയും കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം കരുതുവാനും അംഗീകരിക്കുവാൻ ഏതൊരു വ്യക്തിക്കും സാധ്യമാകേണ്ടതാണ്. സ്വന്തം ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്തുന്നതിന് മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടുവാൻ നമുക്കും സാധ്യമാവട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഞങ്ങളുടെയും ഭവനത്തിൽ വിളയാടുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. കലഹം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ചിന്തയോ ഞങ്ങളുടെ സ്വഭാവമോ മുൻപോട്ട് പോകുവാൻ ഒരിക്കലും അനുവദിക്കരുതേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.